ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ആഴ്ചയിലെ ഭാഗങ്ങളിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ചന്ദ്രസേന സീരിയസ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അവസാനം കഴിച്ചിരിക്കുന്നത് എന്താണ്, അതിൽ നിന്നാണ് വിഷം അടങ്ങിയിരിക്കുന്നത്. അവസാനം കഴിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും കിരണും കല്യാണിയും പറയുന്നുണ്ട്, കാട്ടിൽ നിന്ന് തേൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ആ തേനാണ് കഴിച്ചത്. അതെ, അപ്പൊ ആ തേനിൽ തന്നെയാണ് വിഷം വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ആ തേൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഈ പ്രശ്നം ഉണ്ടായില്ലെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് തേൻ വാങ്ങിച്ചതെന്ന് കിരൺ പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ചിലപ്പോ കാട്ടിൽ നിന്നല്ല മേടിച്ചത്, അവര് തേൻ എടുത്തത് നല്ല നല്ല രീതി തന്നെയായിരിക്കും. പക്ഷെ കാട്ടിലെ പലയിടങ്ങളിലും അവര് ഈ മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ വിഷമൊക്കെ വെക്കാറുണ്ടല്ലോ. ആ വിഷം എങ്ങാനും പുരണ്ടതാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ കാട്ടിലെ മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടി നാട്ടിലെ ആൾക്കാർ പോയിട്ട് വിഷവും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടല്ലോ. അത് തന്നെ മനുഷ്യർ എത്ര പിള്ളേർക്കും എത്ര ആൾക്കാർക്ക് ആപത്തുണ്ടായെന്ന് കിരണിന് അറിയാലോ. അതുപോലെ എന്തെങ്കിലും ആവാനാ ചാൻസ്. എന്നാലും ലാബിലേക്ക് ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടില്ല. അത് വന്നിട്ട് നമുക്ക് ആലോചിച്ചിട്ട് എന്താ ചെയ്യാം. ഇപ്പൊ അച്ഛന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് പറയാണ്. ശേഷം കിരൺ പൊട്ടിക്കരയാണ്. എന്റെ അച്ഛനെതിരെ സംഭവിക്കോ കല്യാണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാട്ടോ. അപ്പൊ കല്യാണി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇല്ല കിരണേട്ടാ ഒന്നും സംഭവിക്കില്ല, കിരണേട്ടനെ സമാധാനമായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണി സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതെ, തേനിന്റെ വെള്ളം വളരെ എന്താ പറയേണ്ടത്, അങ്ങനെ ഭയങ്കര നമ്മൾ ഈ സൈനൈഡ് എന്നൊക്കെ പറയില്ലേ, അതിനേക്കാളും മാരകമായിട്ടുള്ള വിഷമാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു തുള്ളി നാവിൽ വെച്ച അപ്പ തന്നെ മരിച്ചു പോകും, ആ രീതിയിലുള്ള വിഷമാണ്. ചന്ദ്രസേൻ സാറിന് ഇത്ര ആരോഗ്യമുള്ളത് മാത്രമാണ് ഇത്രയും നേരം പിടിച്ചു നിന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ഗുരുതരമായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തേനിയും തന്നെയാണ് വിഷം കലർന്നിരിക്കുന്നത്. പക്ഷെ ഇത് മനഃപൂർവ്വം ചേർത്ത വിഷമാണ്, അത് മൃഗങ്ങൾക്കൊന്നും പിടിക്കാൻ വേണ്ടി ചേർത്ത വിഷമല്ല. ഇത് ഈ പാമ്പിന്റെ കയ്യിൽ നിന്നൊക്കെ എടുക്കുന്ന വിഷമില്ലേ, ആ വിഷമാണ് ചേർന്നിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോഴും കിരണിന് വല്ലാത്തൊരു ഷോക്ക് ആവാട്ടോ. വെയിലൊരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യോ കല്യാണി, ഈ വെയിലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ കിരണിട്ട് എനിക്ക് പല സംശയങ്ങളും തോന്നുക. എന്താ കല്യാണി, ഇനി ആ ഗംഗപ്രസാദ് എങ്ങാനും അവിടെ ഉണ്ടാവും കിരണേട്ടാ, അയാളെങ്ങാനും ചെയ്ത പണിയായിരിക്കും ഇത്. കല്യാണി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോലീസിൽ വിവരം അറിയിക്കാം, ഫോറസ്റ്റുകാരെ വിവരം അറിയിക്കാം, അവരിപ്പൊ തന്നെ മൂപ്പന്റെ വീട് സെർച്ച് ചെയ്യട്ടെ എന്ന് പറയാണ്. അങ്ങനെ അവരപ്പൊ തന്നെ പോലീസിൽ വിവരം അറിയിക്കട്ടെ. പോലീസുകാർ അപ്പോൾ തന്നെ അവിടേക്ക് പുറപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഗംഗപ്രസാദ് അവരെ ഒളിഞ്ഞു നിന്ന് തന്നെ നോക്കി കാണുന്നുണ്ട് കേട്ടോ. പോലീസുകാർ വരുന്നതൊക്കെ കാണുന്നുണ്ട്. ഗംഗ അപ്പൊ തന്നെ അവിടെ നിന്ന് മാറാണ്. പോലീസുകാർ നേരെ വന്ന് മൂപ്പന്റെ അടുത്തേക്കാണ്, എടാ ഇവിടെ വന്ന പാവം കിരൺ സാറിനെ കല്യാണം എടുത്തിനെ വിഷം കൊന്ന് കൊല്ലാൻ നോക്കിയല്ലേ നിങ്ങള്. അയ്യോ സാറേ, സാർ എന്തൊക്കെയാ പറഞ്ഞത്, അവര് നമ്മളൊന്നും ചെയ്തില്ല സാറേ. അവരിവിടെ വന്നപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ അവരെ സ്വീകരിച്ചു. നല്ല രീതിയിലുള്ള സ്വീകരണം അത് കാണാനുണ്ടടാ. ഇവിടെ നിന്നല്ലടാ തേൻ അവര് കൊണ്ടുപോയത്. അതെ സാറേ, ഇവിടെ നിന്ന് തന്നെയാ തേൻ കൊണ്ടുപോയത്. വേലു ആ തേനെടുത്ത് അവർക്ക് ഇന്നലെ 4 ബോട്ടിൽ കൊടുത്തത് എന്ന് പറയാണ്. വേലു എവിടെടാ, ഇവിടെ ഉണ്ട് സാറേ, വിളിക്കാവനാ എന്ന് പറയാണ്. വേലു വരുന്നുണ്ട്. എന്താ സാറേ, എന്താ കാര്യം. എടാ, ഇന്നലെ കിരൺ സാറും കല്യാണി വേണം രണ്ടുപേരും ഇവിടെ വന്നിരുന്നോ സാറേ, തേൻ വാങ്ങാനാ വന്നത്. തേൻ കൊടുത്ത് വളരെ സന്തോഷത്തോടെ അവര് പോയത്. നീയെ അതിലെന്താണ് ചേർത്തത്. അയ്യോ സാറേ, ഞാനൊന്നും ചേർത്തില്ല സാറേ, സത്യമായിട്ടും ഞാനൊന്നും ചേർത്തില്ല സാറേ. കള്ളം പറയരുത് നീ. പാമ്പിന് കൊടുക്കുന്ന വിഷം അതിൽ പുരണ്ടിട്ടുണ്ടായിരുന്നു. ആ തേൻ കുടിച്ചത് ആരാന്നറിയാവോ, കിരൺ സാറിന്റെ അച്ഛനാണ്, ചന്ദ്രസേനൻ സാറ്. അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ, വലിയ മനുഷ്യനാണ്. അയാളിപ്പോ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ സാർ, ഞങ്ങളൊന്നും ചെയ്തില്ലെന്നോ. ഡോക്ടർമാര് വിധി എഴുതി തേനീന്ന് വന്ന വിഷത്തീന്നാണെന്നുള്ളത്. എന്തിനാണ് നീ ചെയ്തത്. ആ തേൻ ബാക്കി ആരും കുടിക്കാതെ മഹാഭാഗ്യം. അദ്ദേഹം കുടിച്ചപ്പോ തന്നെ കുഴഞ്ഞു വീഴുമായിരുന്നു, ചോര ഛർദ്ദിക്കുമായിരുന്നു അവിടെ. കേരള ജീപ്പിൽ എന്ന് പറഞ്ഞിട്ട് വേലുവിനെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റുവാട്ടോ. ആ സമയത്ത് വേലു മൂപ്പനോട് ഒരു കാര്യം പറയുന്നുണ്ട്. മാമ, എനിക്ക് മാമനോട് ഒരു കാര്യം പറയാനുള്ളൂ. ഇവിടെ വന്ന കിരൺ സാറും കല്യാണമൊക്കെ വളരെ പാവങ്ങളാണ്. പക്ഷെ മാമൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുത്തരുണ്ടല്ലോ, അവനാണ് മാമ വിഷം, അവൻ തന്നെ എല്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് വേലു പോലീസ് ജീപ്പിലേക്ക് കയറുന്നത് കേട്ടോ. വിഷമിച്ചുകൊണ്ടാണ് പോലീസ് ജീപ്പിലേക്ക് വേലു കയറുന്നത്. ആ സമയത്ത് മൂപ്പത്തിങ്ങനെ നിൽക്കണം. അപ്പൊ മൂപ്പത്തി പറഞ്ഞിട്ട്, മൂപ്പ നമുക്ക് തെറ്റ് പറ്റിയോ, ഇനി ഇവിടെയുള്ള വിനായകനാണ് എല്ലാത്തിനും കാരണം. എനിക്കും അതാ വള്ളി തോന്നുന്നത്. നമ്മുടെ അടുത്ത് വേലു പലവട്ടം പറഞ്ഞതാ അവനെ വിശ്വസിക്കരുത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും കാരണം അവനാണോന്ന്. അതെ, അവൻ തന്നെയായിരിക്കും വിഷം ചേർത്തത്, അല്ലാതെ നമ്മുടെ വീടിന് ഒരു തെറ്റും പറ്റില്ല. അവൻ ചെറുപ്പം മുതൽ ചെയ്യുന്ന പണിയായത്. അവൻ തന്നെയായിരിക്കും. കിരണും കരണ അവന്റെ ശത്രുക്കളാണെന്ന് അവൻ പറഞ്ഞല്ലോ. അപ്പൊ അവൻ നമ്മളറിയാതെ അതിന് വിഷം ചേർത്തു. എവിടെയാവൻ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും നമ്മുടെ ഗംഗ അവിടെ നിന്നെടുത്ത് ഓടുവാട്ടോ.
ഇങ്ങനെ ഓടി ഓടി കാടിന്റെ ഒരു വശത്തെത്തുമ്പോഴേക്കും മൂപ്പനും തൊട്ടു പിന്നാലെ ഓടുന്നുണ്ട് ഗംഗയുടെ. അങ്ങനെ കുറച്ചു ദൂരം ഓടുമ്പോഴേക്കും നമ്മുടെ അമലുവാണെങ്കിൽ എങ്ങനെ എത്ര ദൂരത്തു നിന്ന് ആളെ എങ്ങനെ കത്തി എറിയണോന്നും അമ്പെറിയണമെന്നും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ മൂപ്പൻ ഇങ്ങനെ ഓടി പുറകിൽ വരുമ്പോഴേക്കും ഈ ഗംഗ വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു തടിക്കഷ്ണം എടുത്തിട്ട് നമ്മുടെ മൂപ്പനെ എറിയാണ്. പക്ഷെ മൂപ്പൻ എടുത്ത് മാറുന്നുണ്ട്. ശേഷം ഗംഗ വിചാരിക്കുകയാണ് ഇയാളങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ, ഇയാള് പുറകെ വരുന്നത് ആപത്താണ് എന്ന് മനസ്സിലാക്കിയ ഗംഗ അവിടെ ഒരു വലിയൊരു വിറക് കഷ്ണം ഉണ്ടായിരുന്നു. അതായത് നല്ല മൂർച്ചയുള്ള ഒരു വിറക്. ആ വിറക് എടുത്തിട്ട് നേരെ മൂപ്പന്റെ അടുത്തേക്ക് വരുവാണ്. മൂപ്പൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ മൂപ്പന്റെ വയറ്റിനിട്ട് പിടിച്ച് കുത്തുവാണ് നമ്മുടെ ഗംഗ. അതായത് പാൽ നിന്ന കൈക്ക് തന്നെ പാമ്പ് കടിച്ച് കുത്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഗംഗ പിടിച്ചൊരൊറ്റ കുത്തു കുത്താണ്. മൂപ്പൻ അപ്പൊ തന്നെ അവിടെ വീണ് പോവാട്ടോ. നല്ല രീതിയിൽ തന്നെ ബ്ലീഡിങ്ങും മുറിവൊക്കെ ആവുന്നുണ്ട്. മൂപ്പൻ അപ്പൊ തന്നെ അവിടേക്ക് വീഴാണ്. ശേഷം ഗംഗ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വേലുവിനെയാണ്. വേലു ജയിലിൽ കിടത്തിയിരിക്കാട്ടോ. ആ സമയത്ത് അവിടേക്ക് കിരൺ വേലുവിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. വേലുവിനോട് പറയണ്ട സാറേ, ക്ഷമിക്കണം സാറേ, ഞാൻ നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, നിങ്ങളോടൊരു സത്യം ഞാൻ തുറന്നു പറഞ്ഞില്ല. ആ വിഷം ചേർത്തത് ഞാനല്ല സാറേ. അങ്ങനെ എന്തിനു ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അവനായിരിക്കും. അവനോ ഏതവൻ? അതാ സാർ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞില്ല. പറയാൻ പലവട്ടം ഞാൻ ആലോചിച്ചാണ്. പക്ഷെ മൂപ്പനും അതുപോലെ തന്നെ കാട്ടിലെ അമലും ഒന്നും എന്നെ സമ്മതിച്ചില്ല. അവൻ ആ വിനായകൻ എല്ലാവരും മയക്കെടുത്തിരിക്കുക സാറേ. വിനായകനോ? അതാരാ സാറേ? ഒരു 2 ആഴ്ച മുമ്പ് സാറിന് വന്നില്ലായിരുന്നു? അപ്പോ എന്റെ കാട്ടിൽ വെച്ചിട്ട് നാട്ടിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ കാണിച്ചില്ലേ, ഒരാളെ അറിയാവോന്ന്? അയാളാണ് സാറേ വിനായകൻ. അത് ഗംഗപ്രസാദ് അല്ലേ? അതെ സാറേ, ഈ ഊരിൽ അവൻ വിനായകനാ. മുറിവൊക്കെ പറ്റി ആരോ ചതച്ച് അടിച്ച രീതിയിൽ പുഴക്കരയിൽ നിന്ന് എനിക്ക് അവനെ കിട്ടിയതാ. അന്ന് അവനെ ഞങ്ങളാ രക്ഷിച്ചെടുത്തത്. അപ്പൊ അവൻ പറഞ്ഞത് അവന് ഒരുപാട് ശത്രുക്കളുടെ നാട്ടിൽ അവനൊരു ഫോട്ടോഗ്രാഫറാണ്. അവന്റെ ഈ മൃഗങ്ങളെ പിടിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് അവനെ അതിനെ ഉപദ്രവിച്ച് തള്ളിയിട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സിമ്പതി പറ്റി അവനെ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം മാമനാണ് അവനെ പഴയ രീതിയിലേക്കാളും ഉഷാറാക്കി എടുത്തത്. അവൻ ആ കുടിയിലുണ്ടായിരുന്നു. പക്ഷെ അവന് എനിക്ക് സംശയമായിരുന്നു സാറേ. കാരണം അവന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ആ കാര്യം ഞാൻ മാമനോടൊക്കെ പറയാറുണ്ട്. അപ്പൊ മാമൻ എന്നോട് പറയുന്നത്, എടാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്, ആവശ്യമില്ലാത്ത കാര്യം നീ പറയരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ച് കെട്ടുമായിരുന്നു സാറേ. അതുകൊണ്ട് ഞാൻ സാറ് പലവട്ടം വന്നപ്പോഴും ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. എടാ നീ കാണിച്ചത് എന്ത് വലിയ ദ്രോഹവും നിനക്കറിയാവോ? ഈ പറഞ്ഞ ഗംഗപ്രസാദ് ആരാന്ന് നിനക്കറിയാവോ? എന്റെ കൂടെ വന്ന എന്റെ ഭാര്യയുടെ കല്യാണിക്ക് ഒരു അമ്മയുണ്ട്. പാവപ്പെട്ട അമ്മ, മോൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു അമ്മ. എടാ അതുപോലത്തെ ഒരു സാധു സ്ത്രീ ഉണ്ടാവില്ലടാ. ആ സ്ത്രീനെ കൊന്നവനാടാ, കൊന്ന് കടന്നളഞ്ഞവനാടാ ഈ പറഞ്ഞ ഗംഗപ്രസാദ്. അത് മാത്രല്ല, വേറെ പല ആൾക്കാരും ഇവൻ കൊന്നിട്ടുണ്ട്. തമിഴ്നാട്ടിനും കേരളത്തിനും പിടികിട്ടാ പുള്ളി എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാ അവന് ഇത് പറയണത്. പത്രത്തിലും ടിവിയിലൊക്കെ അവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കാട്ടിൽ താമസിക്കുന്നവർക്ക് അതൊന്നും അറിയില്ലല്ലോ. എന്നാലും വേലു, നീ നാട്ടിൽ വരാത്തതല്ലേ, നിനക്ക് പോലും അറിയില്ലല്ലോ. ഇല്ല സാറേ, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ സാറ് കണ്ടപ്പോ അത് പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോഴെല്ലാം എന്റെ മൂപ്പൻ പിടിച്ചു നിർത്തുമായിരുന്നു സാറേ. എന്നോട് ക്ഷമിക്കും സാറേ. എന്നൊക്കെ സാറിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല, ഞാനാണ് പറയണത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ വേലു എല്ലാം സമ്മതിക്കുകയാണ്. അങ്ങനെ കിരണും രതീഷും അതുപോലെ തന്നെ ബൈജും കൂടി ചേർന്ന് വീണ്ടും കാട്ടിലേക്ക് പോവാണ് ഗംഗേനെ അന്വേഷിച്ച്. അങ്ങനെ കാട്ടിലേക്ക് പോണ സമയത്ത് ഗംഗ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോണ സമയത്താണ് ഇവർ അവിടെ എത്തുന്നത് കേട്ടോ. അങ്ങനെ കിരണും ഗംഗപ്രസാദും വീണ്ടും നേർക്ക് നേരെ കാണുന്ന ഭാഗത്തോടെയാണ് വീക്കെൻഡ് പ്രൊമോ തീരുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം എന്തായാലും ഗംഗപ്രസാദ് മരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.